ക്വസ്റ്റ്യൻ നമ്പർ 31 ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഇല്ല. അപ്പോ ക്വസ്റ്റ്യൻ നമ്പർ 31 ഏതു ഒന്ന് വായിച്ചേ. sin x by 1 plus cos x the whole square. സാർ ആൻസർ വായിക്കട്ടെ? എങ്ങനെയാണോ ബുക്കിൽ എഴുതിയിരിക്കുന്നത് അതുപോലെ ആൻസർ വായിച്ചു. ഇന്റഗ്രൽ sin x by 1 plus cos x by whole square dx. Put 1 plus cos x is equal to u. Differentiate respect to x. Minus sin x is equal to du by dx. Minus sin x dx is equal to du. Sin x dx is equal to minus du. Integral sin x by 1 plus cos x the whole square dx. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 1 by u square മൈനസ് ഡി അഥവാ മൈനസ് ഇന്റഗ്രൽ 1 by u square du മൈനസ് ഇന്റഗ്രൽ യു റേസ് മൈനസ് 2 du. അത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് യു റേസ് മൈനസ് 1 ബൈ മൈനസ് 1 പ്ലസ് സി. യു റേസ് മൈനസ് 1 പ്ലസ് സി 1 by u പ്ലസ് സി. യുവിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 by 1 plus cos x plus c. അപ്പൊ ആൻസർ 1 by 1 plus cos x plus c. ശരിയാണോ പിള്ളേരെ? ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 32 ഡൗട്ട് ഉണ്ടോ? അപ്പൊ എല്ലാരും എന്റെ കൂടെ തന്നെ എഴുതിക്കോണം. പിന്നെ എഴുതാൻ ഇരിക്കരുത്. റെഡിങ് കൊണ്ട് എഴുതുകയും ചെയ്യണം കേട്ടോ. ഒരു വൈറ്റ് സ്ക്രീൻ വന്നോ എല്ലാവർക്കും? ഒരു വൈറ്റ് സ്ക്രീൻ വന്നോ എല്ലാവർക്കും? വന്നു. ഓക്കെ ശരി. അപ്പോ നമ്മുടെ ഗായത്രി ഒന്ന് വായിച്ചേ 32ാമത്തെ ചോദ്യം. 1 by 1 plus cot x. അപ്പൊ എല്ലാരും റെഡ് ഇങ്ക് കൊണ്ട് എന്റെ കൂടെ എഴുതിക്കോണം. 1 by 1 plus cot x. അപ്പൊ ഗായത്രി ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ളത്? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റാൻഡേർഡ് റിസൾട്ട് വല്ലതും നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഗായത്രി? ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ അടുത്ത പരിപാടി സബ്സ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ സ്റ്റാൻഡേർഡ് റിസൾട്ട് കിട്ടുന്ന രൂപത്തിലേക്ക് ഇതിനെ മാറ്റണം. അതിനുള്ള മാർഗമായിട്ട് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലേ? അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാന്ന് വിചാരിച്ചാൽ ആകെപ്പാടെ ആര് മാത്രമേ ഉള്ളൂ? 1 plus cot x. ആകെപ്പാടെ ഒരു cot x മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനകത്തിലിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റത്തില്ല? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റത്തില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? അതിനെ ഒന്ന് മാറ്റി അറേഞ്ച്. ഇതിനെ എന്തെങ്കിലും ട്രിഗണോമെട്രിയുടെ രീതിയിലൊക്കെ ഒന്ന് മാറ്റി അറേഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ. അപ്പൊ നമ്മൾ ആദ്യം ഈ ഫംഗ്ഷൻ മാത്രം ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നു. ഏത് ഫംഗ്ഷൻ മാത്രം? അല്ല, 1 by 1 plus cot x എന്ന് പറയുന്ന ഫംഗ്ഷൻ മാത്രം എടുത്തെഴുതും. ഈക്വൽ 1 by 1 plus ഗായത്രി cot x നെ എങ്ങനെ എഴുതാം? cos x by sin x. അത് തന്നെ. cot x is equal to 1 by tan x. വേണ്ട, cos x by sin x എഴുതാം. sin x ഈക്വൽ 1 by ഈ ആദ്യം കിടക്കുന്ന 1 എന്ന് പറഞ്ഞാൽ 1 by 1 എന്നല്ലേ അർത്ഥം?
അല്ലേ? ആണ് സർ. ആ അപ്പം അതിന് എന്ത് ചെയ്യാം നമുക്ക്? എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ക്രോസ് ചെയ്യാം. മൾട്ടിപ്ലൈ. ആ പറഞ്ഞാട്ടെ. 1 ഇൻറ്റു സൈൻ എക്സ് സൈൻ എക്സ് അല്ലേ? 1 ഇൻറ്റു കോസ് എക്സ് സൈൻ എക്സ് കോസ് എക്സ് ബൈ 1 ഇൻറ്റു സൈൻ എക്സ് കോസ് എക്സ് സൈൻ. അപ്പൊ ഡിനോമിനേറ്ററിന്റെ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിൽ പോകും. അപ്പോ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് എ പ്ലസ് കോസ് എക്സ്. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും എല്ലാവർക്കും ഓക്കെ ആണോ? ആ ഇനി ആർക്കെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുമോ? ഇനി ആർക്കെങ്കിലും ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുമോ? കോസ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, അങ്ങനെ കോസ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ പിന്നെ 2 പേര് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുമായിട്ട് സൈൻ എക്സ് എന്ന് കിടപ്പുണ്ട്. ആരെങ്കിലും ഒരാൾ മാത്രമായിരുന്നെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ട് പ്രയോജനം ഉണ്ടായേനെ. ഇവിടെ ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ ഇതിനെ ഒന്നുകൂടി ഒന്ന് റീറൈറ്റ് ചെയ്യണം. ഒന്നുകൂടി എന്ത് ചെയ്യണം? റീറൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിതിനെ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ച് നോക്കിക്കോണം. എഴുതിക്കോ എങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചെഴുതുക. ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 2 സൈൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് എ പ്ലസ് കോസ് എക്സ്. എന്താണ് ചെയ്തത് എന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഹലോ? ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. ഡിനോമിനേറ്റർ ചെയ്തില്ല, നമ്മൾ ന്യൂമറേറ്ററിൽ കിടന്നിരുന്ന സൈൻ എക്സിനെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് മാറ്റം വരുത്തില്ലേ? രാവിലെ എല്ലാം തണുത്തുറഞ്ഞിരിക്കുവാന്നോ? 1/2 ഡിവൈഡ് ചെയ്യും. അപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 കൊണ്ട് ഇൻറ്റു ചെയ്തു. 2 × 2 കട്ടായിപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ തിരിച്ചു വരുമല്ലോ അല്ലേ? അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു, ഇനി ഒരു ചേഞ്ച് കൂടെ ഉണ്ട്, 1/2 ഇൻറ്റു ഈ ന്യൂമറേറ്ററിൽ കിടക്കുന്ന 2 സൈൻ എക്സിനെ ഞാൻ ഇങ്ങനെ ഒന്ന് എഴുതുകയാണ്. ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറയണം. സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് മൈനസ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ഇങ്ങനെ എഴുതിയാൽ ശരിയാണോ എന്നാദ്യം നോക്കിക്കേ. ന്യൂമറേറ്ററിൽ കിടക്കുന്ന 2 സൈൻ എക്സിനെ നമ്മൾ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് മൈനസ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്ന് എഴുതിയാൽ ശരിയാണോ? കാരണം ഈ മൈനസ് അകത്തോട്ട് ഗുണിക്കുമ്പോൾ കോസ് എക്സ് മൈനസ് കോസ് എക്സ് ആവും. അപ്പോൾ ആര് ക്യാൻസലായി പോവും? കോസ് എക്സും ക്യാൻസലായി പോയി. മൈനസ് അകത്തോട്ട് ഗുണിക്കുമ്പോൾ മൈനസ് സൈൻ എക്സ് ആരാകും? പ്ലസ് സൈൻ എക്സ് ആവും. അപ്പോൾ സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് എന്തായിട്ട് മാറും? 2 സൈൻ എക്സ് ആയിട്ട് മാറും. അത്രയും കാര്യം ഓക്കെ ആണോ? ഓക്കെ. അത്രയും ആരെങ്കിലും എഴുതാനുണ്ടോ? ആരെങ്കിലും എഴുതാനുണ്ടോ? ഇനി നമ്മൾ ഇതൊന്ന് ടേം ബൈ ടേം ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 1/2 ഇൻറ്റു ഒന്ന് ഡിവൈഡ് ചെയ്ത് പറഞ്ഞേ പിന്നെ ശലഭേ. sin x plus cos x. ഒരു സെക്കൻഡ്. സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്
by sin x plus cos x. ചെലവേ അങ്ങ് പറഞ്ഞു, എക്കോ വരുന്നതുകൊണ്ട് ചെലവേ അങ്ങ് പറഞ്ഞു. Minus cos x minus sin x വേണ്ട, മൈനസ് അത്ര ഗുണിക്കണ്ട, അല്ല തന്നെ ഇന്നോട്ടത്. by sin x plus cos x. സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ഓക്കെ. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു പറഞ്ഞു 1 minus cos x minus sin x by sin x plus cos x. ഓക്കെ. നമ്മൾ നമ്മുടെ ഫങ്ഷനെ സിംപ്ലിഫൈ ചെയ്ത് വെച്ചു. ഇത്രയും വരെ എല്ലാവർക്കും ഓക്കെ ആണോ? ഇത്രയും വരെ എല്ലാവർക്കും ഓക്കെ ആണോ? ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പ് ഈ ന്യൂമറേറ്ററിൽ കിടക്കുന്നതുകൊണ്ട് ഈ 2 sin എക്സിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്ന സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റെപ്പ്. അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി എളുപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയും വരെ ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഞാൻ അടുത്ത പേജ് എടുക്കാൻ പോവാണ്. ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ സർ. ഓക്കെ. അപ്പോൾ നമ്മുടെ ശലഭ വിനായക ഒന്ന് പറഞ്ഞേ. ഇൻ്റഗ്രൽ 1/1 plus cot x. 1/1 plus cot x dx ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഹാഫ് ഇൻറ്റു 1 minus cos x minus sin x by sin x plus cos x by sin x plus cos x dx ആണോ? dx. അപ്പൊ ഇതിലെ 1/2 നമ്മൾ ഈ വെളിയിലോട്ട് മാറ്റിർത്തുന്നു. 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 1 മൈനസ് cos x minus sin x divided by 1 minus cos x minus sin x plus cos x dx. This is equal to 1/2 ഇൻറ്റു, ഇനി നമ്മൾ ടേം ബൈ ടേം ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇൻ്റഗ്രൽ 1 dx അല്ലേ, മൈനസ് ഇൻ്റഗ്രൽ cos x minus sin x divided by sin x plus cos x dx. sin x plus cos x. അപ്പോൾ 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 1 dx എന്തോ വിനായകെ? x മൈനസ്, ഒരു സെക്കൻഡ് ശ്രദ്ധിക്കുക, ഈ രണ്ടാമത്തെ ആളിനെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നുകൂടി അപ്ലൈ ചെയ്യാം. അതെ, ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ? ആർക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്? ഏതായാലും കുഴപ്പമില്ലല്ലോ. അയ്യോ അല്ല, ഡിനോമിനേറ്ററിൽ കിടക്കുന്ന sin x പ്ലസ് കോസ് എക്സിനെ നമ്മൾ യു എന്ന് വിളിക്കുന്നു. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ sin എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഇനി കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് sin എക്സ് ഈക്വൽ യുവിന്റെ ഡെറിവേറ്റീവ് അപ്പോ കോസ് എക്സ് മൈനസ് sin എക്സ് dx അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ dx ഈക്വൽ ടു
dx. du. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു du. ഇതെന്ത് വരും? ഇന്റഗ്രൽ Integral du by u. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് എ u. മൈനസ് ഇന്റഗ്രൽ du by u ആരാ? log u. log mod u. ലോഗ് ലോഗ് മോഡുലസ് യു പ്ലസ് സി. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് മൈനസ് ലോഗ് മോഡുലസ് എന്താ യുവിൻ്റെ വില? എന്താ യുവിൻ്റെ വില? sin x plus cos x. സൈൻ എക്സ് എ പ്ലസ് കോസ് എക്സ് പ്ലസ് സി. ഓക്കെ, അപ്പോൾ ഇതാണ് plus 32ാമത്തെ പ്രോബ്ലം. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കണക്കിലേക്ക് പോകാം. അടുത്ത കണക്ക് 33ാമത്തെ കണക്കാണ്. 33ാമത്തെ കണക്കിൽ ഡൗട്ട് ഉള്ളവരാരൊക്കെ? 33ാമത്തെ കണക്കിൽ ഡൗട്ട് ഉണ്ട്. ഓക്കെ, 33ാമത്തെ കണക്ക് ഡൗട്ട് ഉണ്ട്. അപ്പം എൻ്റെ കൂടെ എഴുതി വരിക. അപ്പം 33ാമത്തെ കണക്ക് ആതിര ഉണ്ടോ ക്ലാസ്സിൽ? ആതിര ഇല്ല. അശ്വിൻ സുരേഷ് ഉണ്ട് സാർ. 33ാമത്തെ കണക്കൊന്ന് വായിച്ചാട്ടെ. 1/1 minus tan x. 1/1 മൈനസ് tan x. അപ്പോൾ എൻ്റെ ആദ്യ ചോദ്യം, ഇത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് രൂപത്തിലാണോ? അല്ല. അപ്പോൾ അടുത്ത പരിപാടി സ്റ്റാൻഡേർഡ് രൂപത്തിലാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ സാധാരണഗതി ചെയ്യുന്ന പരിപാടി സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇവിടെ അങ്ങനെ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ വല്ലതും കൊടുക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇല്ല. അപ്പോൾ നമ്മൾ ഈ കിടക്കുന്ന ചോദ്യം തൊട്ട് മുമ്പത്തെ കണക്ക് ചെയ്തതുപോലെ ഒന്ന് മാറ്റി എഴുതുകയാണ്. അപ്പോൾ ആദ്യം ആ ഫംഗ്ഷൻ മാത്രം എടുത്ത് എഴുതിക്കേ. 1/1 മൈനസ് tan x. ഇനി അശ്വിൻ ഞാൻ പറയാതെ മൈക്ക് ഓഫ് ചെയ്യരുത്. ഈക്വൽ 1/1 മൈനസ് tan x എങ്ങനെ എഴുതും? tan x sin by cos. sin x by cos x. sin x by cos x. ഇത് ഡിനോമിനേറ്റർ ആണ്. ഓക്കെ, ഈ ഡിനോമിനേറ്റർ കിടക്കുന്ന 1നെ നമ്മൾ എങ്ങനെ എഴുതും? 1/1. 1/1. അപ്പോൾ 1 ഡിനോമിനേറ്റർ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. പറഞ്ഞാട്ടെ. cos x minus sin x by cos x. cos x minus sin x ഡിവൈഡഡ് ബൈ cos x. ഈ ഡിനോമിനേറ്ററിന്റെ ഡിനോമിനേറ്റർ എവിടെ പോകും? ന്യൂമറേറ്ററിൽ പോകും. അപ്പൊ cos x ഡിവൈഡഡ് ബൈ cos x മൈനസ് sin x. ഇനി ഇവിടെ ആർക്കെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ വല്ലതും കൊടുക്കാൻ പറ്റുമോ? ഇവിടെ ആർക്കെങ്കിലും ഇല്ല. അപ്പൊ നമ്മൾ മുമ്പേ ചെയ്തതുപോലെ എന്തുവരെ നമ്മൾ മുമ്പേ ചെയ്ത് ഇങ്ങനെ വന്നപ്പം തൊട്ടുമ്പത്തെ കണക്കിൽ ഇങ്ങനെ ന്യൂമറേറ്ററില് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 1/2 വെളിയിൽ കൊടുത്തു. അപ്പൊ 1/2 ഇൻറ്റു 2 cos x ഡിവൈഡഡ് ബൈ cos x മൈനസ് sin x. അല്ല, ഇത്രയും ചെയ്തപ്പോഴും ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റുമോ? ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ 1/2 ഇൻറ്റു നമ്മൾ ഇനി ആരെ ഒന്ന് റീറൈറ്റ് ചെയ്യും?
ടു കോസെക്സിനെയോ? ആ 2 കോസെക്സിനെ ഒന്ന് റീറൈറ്റ് ചെയ്യും. and ഇങ്ങനാണ് കോസെക്സ് മൈനസ് സൈൻ എക്സ് പ്ലസ് കോസെക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് ന്യൂമറേറ്ററിനെ റീറൈറ്റ് ചെയ്താൽ ശരിയോ തെറ്റോ? ഡിവൈഡഡ് ബൈ കോസെക്സ് മൈനസ് സൈൻ എക്സ്. അപ്പം ന്യൂമറേറ്ററിനെ മാത്രമേ റീറൈറ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം മൈനസ് സൈൻ എക്സും പ്ലസ് സൈൻ എക്സൂടെ വെട്ടിപ്പോകും. കോസെക്സും കോസെക്സൂടെ ആഡ് ചെയ്താൽ എന്തോ വരും? 2 കോസെക്സ്. 2 കോസെക്സ്. ആ ഓക്കെ. ഇനി എന്തായിരിക്കും അടുത്ത പരിപാടി? 1/2 ഇൻറ്റു അടുത്ത പരിപാടി ടേം ബൈ ടേം ആയിട്ട് ടേം ബൈ ടേം ആയിട്ട് ഡിവൈഡ് ചെയ്യുക. കോസെക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസെക്സ് ബൈ സൈൻ എക്സ്. കോസെക്സ് മൈനസ് കോസെക്സ് മൈനസ് സൈൻ എക്സ് പ്ലസ് കോസെക്സ് പ്ലസ് സൈൻ എക്സ് ബൈ പ്ലസ് കോസെക്സ് പ്ലസ് സൈൻ എക്സ് ബൈ കോസെക്സ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇവിടെ നിന്ന് ആര് കട്ടായി പോകും? ഇവിടെ നിന്ന് ആര് കട്ടായി പോകും? ഇവിടുത്തെ ന്യൂമറേറ്ററും ഇവിടുത്തെ ഡിനോമിനേറ്ററും വെട്ടിപ്പോയി. ബൈ കോസെക്സ് മൈനസ് സൈൻ എക്സ്. പിന്നെ അപ്പോൾ 1 പ്ലസ് അതന്നെ കോസെക്സ് പ്ലസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസെക്സ് പ്ലസ് സൈൻ എക്സ് ബൈ കോസെക്സ് മൈനസ് സൈൻ എക്സ്. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ഇങ്ങനെ റീറൈറ്റ് ചെയ്ത് വെച്ചു. ഇവിടം വരെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടം വരെ ആർക്കെങ്കിലും ഡൗട്ട് ഇല്ല ഉണ്ടോ? സർ. ഇല്ല. അപ്പം നമുക്ക് ഇതിൻ്റെ ബാലൻസിലേക്ക് ഇല്ല പോകാം. സർ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യൻ മുതൽ ജ്യോതിരാദിത്യൻ ക്ലാസ്സിലുണ്ടോ? ജ്യോതിരാദിത്യൻ ക്ലാസ്സിലുണ്ടോ? ഉണ്ടോ? ജ്യോതിരാദിത്യ അപ്പോൾ പറഞ്ഞാട്ടെ. ഇൻ്റഗ്രൽ 1/1 മൈനസ് ടാൻ എക്സ് ഡി എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇതിന് പകരം ജ്യോതിരാദിത്യം നമ്മൾ എന്തോ കണ്ടുപിടിച്ചായിരുന്നല്ലോ. ഇപ്പോൾ പുതിയ എന്തോ ഒരു ഐറ്റം കണ്ടുപിടിച്ചായിരുന്നല്ലോ. ഇതിന് പകരമായിട്ടേ 1/2 ഇൻറ്റു 1/2 into 1 plus cos x plus sin x by cos x minus sin x. 1/2 ഇൻറ്റു 1 പ്ലസ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് മൈനസ് Cos x minus sin. സൈൻ എക്സ് ഡി എക്സ്. നമ്മളിത് രണ്ടാക്കും. അതിന് മുമ്പായിട്ട് 1/2 കോൺസ്റ്റൻ്റ് ആണ് ഇങ്ങോട്ട് മാറ്റി നിർത്തി. 1/2 ഇൻറ്റു ടേം ബൈ ടേം ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ 1 ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ Cos x minus മൈനസ് സൈൻ എക്സ് ഡി എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 1 ഡി എക്സ് ആരാ ജ്യോതിരാദിത്യ? ഇൻ്റഗ്രൽ എക്സ്. ഇൻ്റഗ്രൽ 1 ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഇനി ഇതെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? ഈ രണ്ടാമത്തെ ആളിനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ? Cos x minus sin x. അപ്പോൾ സൈഡിൽ വർക്കിംഗ് കൊടുത്തിട്ട് മാറ്റി എഴുതിക്കേ. കോസ് എക്സ് മൈനസ് സൈൻ എക്സിന് നമ്മൾ യു എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ അടുത്ത പരിപാടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് sin x. മൈനസ് സൈൻ എക്സ് മൈനസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് Cos x. കോസ് എക്സ്. യുവിൻ്റെ ഡെറിവേറ്റീവ് ഡി യു ബൈ ഡി എക്സ്. നമ്മൾ ഈ എൽ എച്ച് എസിൽ കിടക്കുന്ന രണ്ട് ടേമിൽ നിന്ന് ഒരു മൈനസ് അങ്ങ് കോമൺ എടുക്കുന്നു. മൈനസ് ഓഫ് sin sin x x plus plus cos x cos x dx is equal to plus cos x du. നമ്മൾ ഈ ഇടതുവശത്ത് കിടക്കുന്ന മൈനസ് അങ്ങ് അപ്പുറത്ത് കൊടുക്കുന്നു. അപ്പോൾ sin x
പ്ലസ് കോസ് എക്സ് ഡി sin x എക്സ് plus cos x dx is equal to മൈനസ് ഡി യു. അപ്പൊ minus ഇവിടുത്തെ ഡി യു. minus അപ്പൊ ഇവിടുത്തെ ഇന്റഗ്രല് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡി എക്സിന് പകരം മൈനസ് ഡി യു ഡിവൈഡഡ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സിന് പകരം എന്ത് കൊടുക്കാം? യു. അപ്പൊ 1/2 ഇൻറ്റു എക്സ് sin ഈ പ്ലസ് മൈനസോട് ചേരുമ്പോൾ മൈനസ് ആവും. ഇന്റഗ്രൽ ഡി യു ബൈ യു ആരാണ്? ഇന്റഗ്രൽ ഡി യു log mod u ലോഗ് മോഡുലസ് log mod u പ്ലസ് സി. u അപ്പൊ 1/2 ഇൻറ്റു plus c എക്സ് മൈനസ് ലോഗ് മോഡുലസ് ഓഫ് എന്തോ യുവിന്റെ വില x minus sin x. സൈൻ എക്സ് പ്ലസ് സി. അപ്പൊ ഈ രണ്ട് പ്രോബ്ലം നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഇവിടെ ന്യൂമറേറ്ററിലെ ഒരു ടേമിൽ നടത്തുന്ന റീഅറേഞ്ച്മെന്റിലൂടെയാണ് നമ്മുടെ ഉത്തരം കിട്ടുന്നത്. എല്ലാവരും 33ാമത്തെ കണക്ക് വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. വായിച്ചു നോക്കിയിട്ട് മിണ്ടാതിരിക്കരുത്. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. Doubt ഇല്ല sir. Doubt ಇಲ್ಲ sir. Doubt ಇಲ್ಲ sir. അപ്പൊ ഇനി നമ്മൾ അതിൻ്റെ 34ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 34ാമത്തെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 34ൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട്? നോക്കിക്കോളൂ. അപ്പോ 34ാമത്തെ ചോദ്യം നമ്മുടെ മാളവിക ഉണ്ടോ ക്ലാസ്സിൽ? മാളവിക. തീർത്ഥയുണ്ടോ? വർഷ. അശ്വിക. ഉണ്ട് sir. അപ്പൊ അശ്വികെ 34ാമത്തെ ചോദ്യം വായിച്ചാട്ടെ. root tan x by sin x cos x. റൂട്ട് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇതല്ലേ ചോദ്യം? ആണ് sir. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ആ ഫങ്ഷൻ മാത്രം ഒന്നെടുത്ത് എഴുതുക. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ മാത്രം. റൂട്ട് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് കോസ് എക്സ്. എഴുതിയോ? ഇതുകൊണ്ട് മിണ്ടുന്നില്ല. എഴുതിയോ? എഴുതി sir. ഞാൻ ഇതിൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരു റൂട്ട് ടാൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? root tan x. അപ്പോൾ ഒന്ന് റൂട്ട് ടാൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞാട്ടെ.
പറഞ്ഞോ. അശ്വികേ റൂട്ട് ടാൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് root പറ. tan x into root ഉം. tan x into root tan x by ഉം. sin x into cos x ഉം. into root tan x. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ടാൻ എക്സ് ഇൻറ്റു റൂട്ട് ടാൻ എക്സ് ആരാണ്? Tan x ടാൻ എക്സ് ബൈ റൂട്ട് ടാൻ എക്സ് ഇൻറ്റു root tan x into sin x cos x. സൈൻ എക്സ് കോസ് എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു ഈ ന്യൂമറേറ്ററിൽ കിടക്കുന്ന ടാൻ എക്സിനെ ഞാൻ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്തെഴുതുന്നു? എന്തെഴുതുന്നു? Sin x by cos x. ഡിവൈഡഡ് ബൈ റൂട്ട് ടാൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് കോസ് എക്സ്. അപ്പോൾ സൈൻ എക്സ് ബൈ കോസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ടാൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് കോസ് എക്സ് എന്നല്ലേ അശ്വിക ഇപ്പോൾ ക്വസ്റ്റ്യൻ കിടക്കുന്നത്? ആണോ? ആണ് സർ. അപ്പം ഞാൻ ഇതിങ്ങനെ ഒന്ന് എഴുതാം, സൈൻ എക്സ് ബൈ കോസ് എക്സ്. അടുത്ത ന്യൂമറേറ്റർ അങ്ങനെ എഴുതി. ഈ ഇടയ്ക്ക് കിടക്കുന്ന നീളമുള്ള വരയുടെ അർത്ഥം എന്തോ അശ്വികേ? അശ്വികേ, Divided by ഞാൻ ആ ഡിവൈഡഡ് ബൈ അങ്ങനെ എഴുതി. അപ്പം റൂട്ട് ടാൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് കോസ് എക്സ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ദിസ് ഈസ് ഈക്വൽ ടു ഇല്ല സർ. സൈൻ എക്സ് ബൈ കോസ് എക്സ്. ഈ ഡിവൈഡഡ് ബൈ എന്തായിട്ട് മാറും? ഈ ഡിവൈഡഡ് ബൈ എന്തായിട്ട് മാറും? ഡിവൈഡഡ് ബൈ എന്തായിട്ട്? മൾട്ടിപ്ലൈ. മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? 1 by root tan x sin x cos x. റൂട്ട് ടാൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് കോസ് എക്സ്. രണ്ടപ്പോൾ ഇതിൽ നിന്ന് ആരെങ്കിലും ക്യാൻസൽ ആയി പോവോ? സൈൻ എക്സും sin x ക്യാൻസൽ ആയി. cos x അങ്ങനെ പോന്നേ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അല്ലേ ക്യാൻസലേഷൻ ഉള്ളൂ. അപ്പോൾ 1 ബൈ ഇനി ആരുണ്ട് മിച്ചമുള്ളേ? അല്ല, ഇനി ആരുണ്ട് മിച്ചമുള്ളേ? 1 ബൈ റൂട്ട് ടാൻ എക്സ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്. ആരാ? കോസ് സ്ക്വയർ എക്സ്. ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന കോസ് സ്ക്വയർ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം ഇനിയും? അതായത് 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്നാണല്ലോ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അതെന്തായിട്ട് മാറും? സീക്ക് സ്ക്വയർ എക്സ് ആയിട്ട് എന്തായിട്ട് മാറും? അപ്പോൾ സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ടാൻ എക്സ്. ഇത്ര ഓക്കെ ആണോ? ആണ് സർ. ഓക്കെ. അപ്പോൾ ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായോ നോക്കിക്കേ. അശ്വികയുടെ അഭിപ്രായത്തിൽ ഇതിപ്പം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ എന്നാണ് എൻ്റെ ചോദ്യം. റൂട്ട് ടാൻ എക്സിന് വേണം. നോക്കി ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കി. ടാൻ എക്സിന് യു എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ആരെന്ന് പറയുന്നത്? സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക. ഇൻ്റഗ്രൽ പറഞ്ഞു ശരിയെ. ഇൻ്റഗ്രൽ എന്ത് നമ്മുടെ ക്വസ്റ്റ്യൻ? ഇൻ്റഗ്രൽ റൂട്ട് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ
സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഡി എക്സ് ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ മാറ്റിയായിരുന്നു നമ്മൾ? സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ ഹലോ കേൾക്കുന്നില്ലയോ? ഹലോ സർ ക്ലിയർ ആവുന്നില്ല. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ടാൻ എക്സ് ഡി എക്സ് എന്ന് മാറ്റി. അത്രയും ക്ലിയർ ആയോ? ആയി സർ. ഓക്കെ, ഇനി ആർക്കായിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ? ടാൻ എക്സിന്. പുട്ട് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു യു. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ്. അപ്പൊ സീക്ക് സ്ക്വയർ എക്സ് ഈക്വൽ യുവിന്റെ ഡെറിവേറ്റീവ് ഡി യു ബൈ ഡി എക്സ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഡി യു. അപ്പോൾ ഇൻ്റഗ്രേഷൻ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സിന് പകരം ഡി യു എന്ന് കൊടുത്തു ബൈ റൂട്ട് യു. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി യു ഡിവൈഡഡ് ബൈ യു റൈസ് ടു 1/2. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഇതങ്ങ് മുകളിലോട്ട് എടുക്കുമ്പോൾ യു റൈസ് ടു -1/2 ഡി യു. യു റൈസ് ടു -1/2 ഇൻ്റഗ്രൽ എന്ത് വരുന്നു? യു റൈസ് ടു 1/2 ബൈ 1/2 പ്ലസ് സി. ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 1/2 ന്യൂമറേറ്ററിൽ എത്തുമ്പോൾ 2 ആകും. യു റൈസ് ടു 1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് യു ആണ് പ്ലസ് സി. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ആരാ യു എന്ന് പറയുന്നത്? ടാൻ എക്സ് പ്ലസ് സി. ഓക്കെ, അപ്പോൾ 34ാമത്തെ കണക്കിൽ ഡൗട്ട് മാറിയോ എല്ലാവർക്കും? ഒന്ന് വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. എന്നിട്ട് നമുക്ക് അടുത്ത കണക്കിലേക്ക് പോകാം. ഡൗട്ടില്ല സർ. ഡൗട്ടില്ല സർ. അപ്പോൾ ഇനി അടുത്തത് 35ാമത്തെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 35-ൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 35-ൽ ഇല്ല സർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 35-ന്റെ ആൻസർ ശ്രീകുട്ടി ഉണ്ടോ ക്ലാസ്സിൽ? ഇല്ല. ശ്രീഹരി 35-ന്റെ ആൻസർ ഒന്ന് വായിക്കുക ശ്രീഹരി. Put 1 plus log x is equal to u. അല്ല ആദ്യം ചോദ്യം Differentiate with respect to x. അല്ല ആദ്യം 1 ചോദ്യം by വായിക്കുക. x is ചോദ്യം 1 plus log x the whole square plus x by x. 1 plus log x the whole square by x. വായിച്ചാട്ടെ. By x. Put 1 plus log x is equal to u. Differentiate with respect to x. 1 by x is equal to 2 by dx. 1 by x dx is equal to du. When integrate ചെയ്യണം. Integral 1 plus log x whole square by x dx is equal to
integral u square into Mm. du Mm. is equal to Mm. u cube by 3 Mm. plus c Mm. is equal to 1 by 3 1 Mm. plus log x the whole cube plus c 1 പ്ലസ് ലോഗ് എക്സ് ദ ഹോൾ ക്യൂബ് ബൈ 3 plus c. പ്ലസ് സി. ഓക്കെ, 35 ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 35 ആർക്കെങ്കിലും ഡൗട്ട് ഇല്ല ഉണ്ടോ? സർ. ഇല്ല. അപ്പൊ ഇനി നമുക്ക് അടുത്തത് 36 പോകാം. 36 ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഇല്ലെന്നാണോ? സർ. ഇല്ലെന്നാണ് അശ്വിക എന്ത് പറഞ്ഞു? ഉണ്ടെന്നാണോ പറഞ്ഞേ? ഉണ്ട്. ഉണ്ട്. ഓക്കെ, അപ്പൊ എഴുതിയാട്ടെ. എന്താണ് 36ാമത്തെ ചോദ്യം? എന്താണ് 36ാമത്തെ ക്വസ്റ്റ്യൻ? ഇപ്പൊ 36ാമത്തെ ചോദ്യം അക്ഷയ ക്ലാസ്സിലുണ്ടോ? ഇല്ല. ദേവദത്ത് വായിച്ചാട്ടെ 36ാമത്തെ ചോദ്യം. plus 1 into എക്സ് പ്ലസ് 1 ഇൻറ്റു plus 2 plus log x the whole square by x. എക്സ് പ്ലസ് ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്. അപ്പൊ ദേവദത്ത് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് രൂപത്തിൽ കിടക്കുവാണോ? അല്ല. അപ്പം ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് ആക്കണം. അതിനെന്താ മാർഗം? Substitution കൊടുക്കണം. ആർക്കാ? x plus log x. അപ്പൊ എഴുതുക. put x plus log x is equal to u differentiating with respect to x. Differentiating with respect to x. എക്സിന്റെ ഡെറിവേറ്റീവ് മിണ്ടുന്നില്ല. 1. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് ലോഗ് എക്സിന് 1 ബൈ എക്സ് ഈക്വൽ യുവിന്റെ ഡെറിവേറ്റീവ് u by d. ഈ ആദ്യം കിടക്കുന്ന 1നെ നമുക്ക് 1 ബൈ 1 എന്ന് എടുക്കാം. അപ്പൊ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞ ദേവദത്തെ. x 1 ഇൻറ്റു എക്സ് plus എക്സ് 1 1 ഇൻറ്റു 1 1 ബൈ 1 ഇൻറ്റു എക്സ് എക്സ് dx. ഈ ഡി എക്സ് is equal to dx is equal to du. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുന്നു. ഇന്റഗ്രൽ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് ഡി എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ പറഞ്ഞോ ദേവദത്തെ. x square into അല്ല. du. അല്ല, u എക്സ് square into du. എക്സ് പ്ലസ് ലോഗ് എക്സിന് പകരം നമുക്ക് യു എന്ന് കൊടുക്കാം. അപ്പൊ അത് യു സ്ക്വയർ ആയി. പിന്നെ മിച്ചമുള്ള എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു ഡി എക്സിന് പകരം നമുക്ക് എന്തോ എഴുതാം? എന്തെഴുതാം? അത്രയും പേർക്ക് പകരം എന്തെഴുതാം? ഡി യു. അപ്പൊ ഇന്റഗ്രൽ യു സ്ക്വയർ ഡി യു. ആൻസർ യു ക്യൂബ് ബൈ 3 അല്ലേ? ആരെയാണ് നമ്മൾ യു എന്ന് വിളിച്ചത്? എക്സ് പ്ലസ് ലോഗ് എക്സിനെ. അപ്പൊ എക്സ് പ്ലസ് ലോഗ് എക്സ് ലോഗ് എക്സ് ദ ഹോൾ ക്യൂബ് ബൈ 3 പ്ലസ് സി ആണ് ഫൈനൽ ആൻസർ. ഓക്കെ. അപ്പൊ അശ്വിക 36ാമത്തെ പ്രോബ്ലത്തിലെ ഡൗട്ട് മാറി അശ്വികയ്ക്ക്? ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 37 ആണ്. 37ാമത്തെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 37 ഉണ്ട് സർ. ഉണ്ട്.
അപ്പോൾ 37ാമത്തെ പ്രോബ്ലം നമുക്ക് ശ്രീ ദേവദത്ത് ആരണ്യ ക്ലാസ്സിലുണ്ടോ? ഉണ്ട് സാർ. അപ്പോൾ ആരണ്യ 37ാമത്തെ കണക്കൊന്ന് വായിച്ചേ. ക്വസ്റ്റ്യൻ S cube sin of tan inverse x raised to 4 by 1 plus x raised to 8. ഒരു സെക്കൻഡ്. സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് റൈസ് ടു 8. അപ്പം ആരണ്യ ഈ ചോദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണോ? അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ രൂപത്തിലേക്ക് ആക്കണം. അപ്പം എന്ത് ചെയ്യണം? അതിനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പം ഇവിടെ ആരണ്യയുടെ അഭിപ്രായത്തിൽ ആർക്കായിരിക്കും ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുന്നേ? ഇതിൽ ഐഡിയ ഉണ്ടോ? tan inverse x raised to 4. പൊട്ട് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് റൈസ് ടു 4ന് നമ്മൾ യു എന്ന് കൊടുക്കുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ അടുത്ത പരിപാടി എന്തുവാ? ഡിഫറൻഷിയേറ്റ്. അപ്പം ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ്. അപ്പം ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്തുവാ ആരണ്യേ? 1 by 1 plus x square. അപ്പം ഇവിടെ എങ്ങനെ എഴുതും നമ്മൾ? 1 by 1 പ്ലസ് 1 by 1 plus. പറഞ്ഞു ശരിയാ? എക്സ് റൈസ് ടു 4ന്റെ സ്ക്വയർ. 4ന്റെ സ്ക്വയർ അല്ലേ വരുന്നത്? 1 by 1 പ്ലസ് എക്സ് സ്ക്വയർ എന്നല്ലേ വരണ്ടേ? അല്ലേ? പിന്നെ എക്സിന്റെ സ്ഥാനത്ത് ആരാണോ വന്നിരിക്കുന്നത്, ആരാ വന്നേക്കുന്നേ? x raised to 4. അതിന്റെ ഡെറിവേറ്റീവ് 4x cube. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈസ് ഈക്വൽ ടു യുവിന്റെ ഡെറിവേറ്റീവ് ഡി യു ബൈ എക്സ്. അപ്പോൾ 1 ബൈ അല്ലെങ്കിൽ 4x ക്യൂബ് ഞാൻ ആദ്യം 4x ക്യൂബ് ഞാൻ ആദ്യം എഴുതി ബൈ 1 പ്ലസ് എക്സ് റൈസ് ടു 4 ദ ഹോൾ സ്ക്വയറിനെ എങ്ങനെ എഴുതാം? എക്സ് റൈസ് ടു 4 ദ ഹോൾ സ്ക്വയറിനെ എങ്ങനെ എഴുതാം? വേണ്ടുന്നില്ല. എക്സ് റൈസ് ടു 8 ഈക്വൽ ഡി യു ബൈ ഡി എക്സ്. ഇനി ക്വസ്റ്റ്യനകത്ത് നോക്കിക്കേ. ഇതിനകത്ത് നിന്ന് ആരുടെ വിലയാണ് ആരണ്യ നമുക്ക് വേണ്ടത്? അല്ല, വേണ്ടേ എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് റൈസ് ടു 8ഉം പിന്നെ ഈ ഡി എക്സ് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഉത്തരവല്ലേ നമുക്ക് വേണ്ടത്? അല്ലേ? അപ്പൊ എന്തോ കിട്ടും? എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് റൈസ് ടു 8 ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ 4. ഇത്രയും വരെ എല്ലാവർക്കും ക്ലിയർ ആയോ? ഇത്രയും വരെ എല്ലാവർക്കും ക്ലിയർ ആയോ? അപ്പോ ഇന്റഗ്രൽ എക്സ് ക്യൂബ് സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് റൈസ് ടു 8 ഡി എക്സ് ആണ് നമ്മുടെ ചോദ്യം. ദിസ് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് ഈ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് റൈസ് ടു 4 നമ്മൾ എന്താ വിളിച്ചേ? എന്താ വിളിച്ചേ? പിന്നെ എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് റൈസ് ടു 8 ഡി എക്സിന് പകരോ du by 4. അതിലെ 1/4 കോൺസ്റ്റന്റ് ആണ്. നിങ്ങൾ മാറ്റി നിർത്തി 1/4 ഇന്റഗ്രൽ സൈൻ യു ഡി യു. അപ്പോൾ 1/4 ഇൻറ്റു വാട്ട് ഈസ് ഇന്റഗ്രൽ സൈൻ യു ഡി യു?
മൈനസ് കോസ് യു പ്ലസ് സി. മൈനസ് കോസ് യു പ്ലസ് സി. അപ്പോൾ -1/4 ഇൻറ്റു കോസ് ഓഫ് ആരാണ് യു എന്ന് പറയുന്നത്? ടാൻ ഇൻവേഴ്സ് എക്സ് റൈസ് ടു 8. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് റൈസ് ടു 8 4 അല്ലയോ? എക്സ് റൈസ് ടു 4 പ്ലസ് സി. പ്ലസ് സി. ഓക്കെ. ആ അപ്പോൾ 4 പ്ലസ് സി. ഓക്കെ. വിനായകെ 37ാമത്തെ കണക്കിലെ ഡൗട്ട് മാറിയോ വിനായകെ? ഓക്കെ. ഇനി 2 വൺ വേഡ് ക്വസ്റ്റ്യൻ ആണ്. 38ാമത്തെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 38ൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ട് സാർ, വൺ വേഡ് ഉണ്ട്. അപ്പോ 38ാമത്തെ ചോദ്യം, ഐശ്വര്യ എസ് താരയുണ്ടോ? മുഹമ്മദ് സൽമാൻ ഉണ്ടോ? മുഹമ്മദ് സൽമാൻ. അമൃത എസ് കുമാർ. അമൃത എസ് കുമാർ. അപ്പൊ അമൃതയെ 38ാമത്തെ ചോദ്യം ഒന്ന് വായിച്ചാട്ടെ. Integral 10x raised to 9 plus 10x log e raised to 10 10 raised to x 10 raised to log 10 log e raised to 10 e raised to 10 അല്ല, log 10 to the base e എന്നാ അത് വായിക്കുന്നത്. എങ്ങനെ വായിക്കുന്നത്? log 10 to the base e to the base e divided by x raised to 10 x raised to 10 plus 10 raised to x 10 raised to x dx equals അല്ലെ? പിന്നെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ആ പാടെ പേടിച്ചു പോകും. ഒന്നും പേടിക്കേണ്ട. എന്നിട്ട് ഈ ഡിനോമിനേറ്ററിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നോക്കിക്കേ. പുട്ട് എക്സ് റൈസ് ടു 10 പ്ലസ് 10 റൈസ് ടു എക്സ് ഈക്വൽ നമ്മൾ യു എന്ന് കൊടുക്കുന്നു. അപ്പോൾ അമൃത, ഈ എക്സ് റൈസ് ടു 10ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 10x raised to 9 അത്രേ ഉള്ളൂ. 10x raised to 9 പ്ലസ് 10 raised to xനോ നമ്മൾ ഡിഫറൻസിയേഷൻ അത് പഠിച്ചിട്ടുണ്ട്. d/dx ഓഫ് a raised to x. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? d/dx ഓഫ് a raised to x ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയുള്ള ആരുമില്ല. ആരെങ്കിലും ഉണ്ടോ? a raised to x into log a വർക്കിംഗ് കൊടുത്തോട്ട് എഴുതിയിടണം. അപ്പം അങ്ങനെയാണെങ്കിൽ അമൃതേ 10 raised to xന്റെ ഡെറിവേറ്റീവ് എന്ത് വരും അമൃതേ? അമൃത മിണ്ടുന്നില്ല. 10 raised to x 10 raised to x log 10 log 10 to the base e to the base e is equal to യുവിന്റെ ഡെറിവേറ്റീവ് du by dx. അപ്പോൾ 10x raised to 9 പ്ലസ് 10 raised to x ഇൻറ്റു log 10 to the base e എന്നിട്ട് ഡി എക്സ് അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഡി യു. എന്നിട്ട് ഇതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത്, അല്ലയോ? ആണോ? ഇപ്പൊ ചെയ്ത് കിട്ടിയ സ്റ്റെപ്പല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ന്യൂമറേറ്റർ. അപ്പൊ നമുക്ക് ന്യൂമറേറ്ററിന് പകരം എന്ത് കൊടുക്കാം? du by u. What is integral du by u? log mod u plus c equal log modulus എന്താണ് യുവിന്റെ വില? x raised to 10 plus x raised to 10 raised to x plus c. ഇങ്ങനെ ഒരു ആൻസർ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനകത്തിലുണ്ടോ?
ഉണ്ടോ? ഓപ്ഷൻ ഡി. ആൻസർ ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. ഓക്കെ, ഇപ്പോൾ ആ 1 ബൈഡിൻ്റെ ആൻസർ ഇവിടെ കിട്ടിയോ? മനസ്സിലായി സർ. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 39 39 ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 39 ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ട് സർ. ഓക്കെ, അപ്പോൾ 39ാമത്തെ ചോദ്യം. ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ എൻ്റെ ബുക്കിൽ നിന്ന് ചെയ്യിപ്പിച്ച അഡീഷണൽ പ്രോബ്ലത്തിൽ ഈ ചോദ്യം ഉണ്ടായിരുന്നു. അറിയാമോ എങ്ങനെ ചെയ്യുന്നതെന്ന് ആർക്കെങ്കിലും? ഇത്രയേ ഉള്ളൂ. ഇൻ്റഗ്രൽ ഞാൻ ഈ ന്യൂമറേറ്ററിന് പകരം ഒരു സൈൻ സ്ക്വയർ എക്സ് പ്ലസ് ഒരു കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതിയാൽ തെറ്റുണ്ടോ തെറ്റില്ലയോ? മിണ്ടുന്നില്ല ആരും. ഞാൻ ന്യൂമറേറ്ററിന് പകരം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതിയാൽ തെറ്റുണ്ടോ ഇല്ലയോ? ഇല്ല. കാരണം സമം 1 ആണ്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സിൻ്റെ വില 1 ആണ്. പ്രത്യേകിച്ച് വിലയെ മാറ്റമൊന്നുമില്ല. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു നമ്മളിത് ടേം ബൈ ടേം ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഒന്ന് പറഞ്ഞാട്ടെ, സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. രണ്ട് ഈ ന്യൂമറേറ്ററിൽ നിന്ന് സൈൻ സ്ക്വയർ എക്സും സൈൻ സ്ക്വയർ എക്സും വിട്ടുപോയി. അപ്പോൾ ഇൻ്റഗ്രൽ 1 ബൈ കോസ് സ്ക്വയർ എക്സ് പ്ലസ് ഇവിടെ നിന്നാണ് രണ്ടിടത്തൊന്നും കോസ് സ്ക്വയർ എക്സ് വെട്ടിപ്പോയിട്ട് എന്തോ കിട്ടും? 1 ബൈ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. ഈ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 ബൈ കോസ് സ്ക്വയർ എക്സ് ആരാ? 1 ബൈ കോസ് സ്ക്വയർ എക്സ് ആരാ? സീക് സ്ക്വയർ എക്സ് പ്ലസ് 1 ബൈ സൈൻ സ്ക്വയർ എക്സോ? കൊസീക് സ്ക്വയർ എക്സ്. കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇതൊന്ന് ടേം ബൈ ടേം ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആരാണ് ഇൻ്റഗ്രൽ സീക് സ്ക്വയർ എക്സ്? ടാൻ എക്സ്. ആരാണ് ഇൻ്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സ്? മൈനസ് കോട്ടെക്സ് പ്ലസ് സി. ഓക്കെ, 39ാമത്തെ കണക്കിൽ ഡൗട്ട് മാറിയോ? 39 ഡൗട്ട് മാറിയോ? ഓക്കെ, ഇത്രയല്ലേ ആ എക്സസൈസിലെ കണക്കെന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ എല്ലാവരും ഡയറി എടുക്കാം. എല്ലാവരും ഡയറി എടുക്കാം. അല്ലല്ല, എല്ലാവരും ഡയറി എടുക്കാം. അപ്പോൾ ഡയറി എടുത്തിട്ട് എഴുതാനുള്ള വിവരങ്ങളൊക്കെ മുകളിലത്തെ ഹെഡിങ് ഒക്കെ എഴുതി വെക്കുക. പോർഷനും നിങ്ങൾക്കറിയാം, അവിടം വരെ എഴുതി വെക്കുക. അപ്പോഴത്തേക്ക് ഞാൻ ബാക്കി വിവരം പറയാം. ആ കൂട്ടത്തിൽ പനയന്നാർകാവുകാരൻ അറ്റൻഡൻസ് പറഞ്ഞേ. യദു ഗായത്രി രാജ്, ശലഭ, വിനായക്, ആതിര എസ് എൻ, അശ്വിൻ സുരേഷ്, ജ്യോതിരാദിത്യൻ, ശ്രീകുട്ടി, ശ്രീഹരി, അക്ഷയ, ദേവദത്ത്,
ആരണ്യ Present, sir.